നമസ്തേ. 3 മാസക്കാലം നീണ്ട പ്രചാരണ കാലം, 1.5 മാസം നീണ്ട വോട്ടെടുപ്പ് പ്രക്രിയ, ഒടുവിൽ നമ്മൾ തീരുമാനത്തോട് അടുക്കുന്നു. ആര് നേടുമെന്നറിയാൻ ഇനി 3 നാൾ മാത്രം. കൃത്യമായി പറഞ്ഞാൽ 62 മണിക്കൂറുകൾക്കപ്പുറം ഇന്ത്യ ഇനിയും ആര് ഭരിക്കുമെന്ന് കൃത്യമായി നമുക്ക് അറിഞ്ഞു തുടങ്ങാനാകും. അതിനു മുൻപേ വരുന്നു പ്രവചനം. അത് ഏറെക്കുറെ ശരിയാകാറുമുണ്ട്. എക്സിറ്റ് പോളുകൾ കഴിഞ്ഞതൊക്കെയും നമ്മൾ കണ്ടതാണ്. ഏറെക്കുറെ അടുത്തടുത്ത് വരാറുണ്ട്, ചിലത് അപ്പാടെ പാളിപ്പോകാറുണ്ട്. തീർച്ചയായും. ഏതായാലും നമ്മൾ ഇനിയുള്ള 3 മണിക്കൂറുകൾ വിലയിരുത്തി തുടങ്ങുന്നു. കണക്കുകൾ എന്തായാലും അത് ഇഴകീറി പരിശോധിക്കുന്നു, കൃത്യമായി വിലയിരുത്താൻ ശ്രമിക്കുന്നു. സ്വാഗതം കൗണ്ടിംഗ് ഡൗണിലേക്ക്. കൃഷ്ണരാജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ലോകത്തെ ഏറ്റവും വലിയ ഒരു മഹോത്സവം അത് തന്നെയാണ് ജനാധിപത്യ പ്രക്രിയ അല്ലേ? ഇവിടെ നോക്കൂ, 3 മാസം നീണ്ടു നിന്ന ജനാധിപത്യ ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയാനുള്ള ആ ഒരു പ്രക്രിയ, വളരെ ശക്തമായിട്ടുള്ള മത്സരമാണ് ഈ കുറി നടന്നിരിക്കുന്നത് അല്ലേ? ഒരു ഭാഗത്ത് NDA, മറുഭാഗത്ത് ഇന്ത്യ. അപ്പോൾ തുടക്കത്തിൽ വലിയ അപ്രമാദിത്വം NDAക്ക് ഉണ്ട്, NDA അവകാശപ്പെട്ടു. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ NDA ഒരുപടി പിറകിലോട്ട് പോയോ, ഇന്ത്യ സഖ്യം കയറി വന്നോ? അങ്ങനെയാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ആ രീതിയിലുള്ള ഒരു പ്രചരണമായിരുന്നു. അതായത് രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രി ആകുന്നു, വലിയ മുൻതൂക്കം ഇന്ത്യ സഖ്യത്തിന് കിട്ടുന്നു. മാത്രമല്ല, കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഇനിയും ഒന്നും നോക്കണ്ട, ഇപ്പോൾ 57 സീറ്റുകളിലേക്കാണ് മത്സരം നടന്നിരിക്കുന്നത്. അപ്പോൾ പൊതുവിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ആത്മവിശ്വാസം കൂടിയിരിക്കുന്നു. പക്ഷേ മോദി വിരുദ്ധ തരംഗം എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ ഭാരതത്തിൽ ഉണ്ടോ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ താങ്കൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു മോദി വിരുദ്ധ തരംഗം എന്നല്ല, നമ്മൾ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപക്ഷെ മോദി വിരുദ്ധ തരംഗം എന്ന പ്രചാരണം ശക്തമാണ്. പക്ഷേ അങ്ങനെ ഒന്നില്ല. മോദി വികസനം, അതാണ് ശരിയായും ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്തത് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നു. കാരണം വികസന രാഷ്ട്രീയം ആണ് മോദി സർക്കാർ മുന്നോട്ട് വെച്ചത്. വികസനം പറഞ്ഞ് വോട്ട് നേടുന്നു. മോദി ഗ്യാരണ്ടി, ഞാൻ പറഞ്ഞത് നടപ്പിലാക്കിയെന്ന ആർജവത്തോടെ പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ BJP NDAയും ഒക്കെ എല്ലായിടത്തും ഇറങ്ങി ചെല്ലുന്നു. ആ പ്രചാരണം ജനങ്ങൾക്കിടയിൽ എപ്പോഴുമുണ്ട്. അവർക്കത് അനുഭവമാണ്. അതാണ് പ്രധാനം. എൻ്റെ നാട്ടിലൂടെ പാലമുണ്ട്, റോഡ് നന്നായിട്ടുണ്ട്, വാഹനങ്ങൾക്ക് കുഴപ്പമില്ലാതെ പോകാൻ കഴിയുന്നുണ്ട്, എൻ്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട് എന്നുറപ്പ് വരുന്ന ജനം മൂന്നാമതൊരു വട്ടം ചിന്തിക്കുമോ, അല്ലെങ്കിൽ രണ്ടാമതൊരു വട്ടം ചിന്തിക്കുമോ? അപ്പോൾ സ്വാഭാവികമായും മോദി എന്ന ഫാക്ടർ ഇന്ത്യയിലുടനീളം ഉറപ്പായുമുണ്ട്. കേരളത്തിൽ എത്ര തവണ വന്നു? അപ്പോൾ ഉണ്ടായ മാറ്റം, കേരളത്തിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ ഉണ്ടായ മാറ്റം എന്താണ്? എത്രമാത്രം ആൾക്കാരാണ് നരേന്ദ്രമോദിയെ കാണാൻ, നരേന്ദ്രമോദിക്ക് പുഷ്പങ്ങൾ അർപ്പിക്കാൻ എത്തിയത്? കർണാടകയിൽ, തമിഴ്നാട്ടിൽ നോക്കൂ, 8 തവണയാണ് നരേന്ദ്രമോദി കന്യാകുമാരി സന്ദർശനത്തിന് അടക്കം വന്നത്. സ്വാഭാവികമായും എല്ലായിടത്തേക്കും മോദി ഇറങ്ങിച്ചെല്ലുന്നു. പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ പറ്റില്ല എന്ന് തോന്നിപ്പിക്കുന്നത് നേടിയെടുക്കാനുള്ള ഒരു വല്ലാത്ത പരിശ്രമം BJP നടത്തുന്നു. അതുറപ്പായും വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. ഞങ്ങൾ ഭരിക്കുന്നിടത്തേക്ക് നിങ്ങൾ നോക്കൂ, അവിടെ എന്തൊക്കെ സംഭവിച്ചെന്ന് നിങ്ങൾ തിരിച്ചറിയൂ, എന്നിട്ടു മാത്രം ഞങ്ങൾ വോട്ട് ചെയ്യൂ എന്നൊരു നേതാവ് ഒന്ന് ഉറക്കെ പറയുമ്പോൾ അതിന് പിന്നിലെ ആത്മവിശ്വാസം എന്താണ്? 7ാം ഘട്ടം പൂർത്തിയാകും മുൻപ്, അതായത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകും മുൻപ് നരേന്ദ്രമോദി ധ്യാനമിരിക്കുന്നു. ആത്മവിശ്വാസത്തിൻ്റെ അങ്ങേയറ്റത്താണെന്ന് വിശ്വസിച്ചല്ലേ പറ്റും. അടുത്ത 5 വർഷം തീർച്ചയായും ഞാൻ തന്നെ ഉണ്ടാകുമെന്ന ഓർമ്മപ്പെടുത്തലാണ്. ഇത്ര നാൾ പ്രചരണം നടത്തി, അതിനുശേഷം 80 അഭിമുഖങ്ങൾ, എതിരാളികൾ പറഞ്ഞു മോദി ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല. പക്ഷേ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഇത്തവണ മാറ്റിവെച്ചത് 80 ഇൻ്റർവ്യൂകളാണ്. സ്വാഭാവികമായും എനിക്ക് പറയാനുണ്ട്, കേൾക്കൂ എന്നുറക്കെ പറയുകയായിരുന്നു മോദി. അല്ല നോക്കൂ, ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ പോലും കേന്ദ്ര സർക്കാർ പദ്ധതികൾ, അതിൻ്റെ ഗുണഭോക്താക്കളാണ് അല്ലേ മലയാളികൾ. അത് എല്ലാ മുക്കിലും മൂലയിലും എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കേരളത്തിലെത്തിയപ്പോൾ അത്തരം ജനകീയ പദ്ധതികൾ അനുഭവിച്ചറിഞ്ഞവർ, അവർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അവർ തുറന്നു പറയുന്നുല്ലേ. നമ്മുടെ അടക്കം മാധ്യമങ്ങളിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് കേന്ദ്ര സർക്കാർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ BJPയിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ NDAയിൽ വിശ്വസിക്കുന്ന ഒരാളല്ല, പക്ഷേ എങ്കിലും
ഞാനത് അനുഭവിച്ച് ഞാനിപ്പോൾ ഈ തുറന്നു പറയുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് മത്സരിച്ചത് ഒരു കേന്ദ്രമന്ത്രിയാണ്, രാജീവ് ചന്ദ്രശേഖർ. ശശി തരൂർ 3 വട്ടം തുടരെ ജയിച്ച ഇടമാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം നേരിട്ട് സൗഹൃദ വലയങ്ങളിൽ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലൊക്കെ ഈ വിഷയം അവിചാരിതമായി ചർച്ചാ വിഷയമായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ആര് ജയിക്കും, ആർക്ക് വോട്ടിടും? എനിക്കറിയാവുന്ന കോൺഗ്രസ് കുടുംബങ്ങൾ, ഇടതു കുടുംബങ്ങൾ BJPക്ക് ഇത്തവണ വോട്ട് ചെയ്താൽ എന്താ എന്നൊരു ചോദ്യം ഉയർത്തിയിട്ടുണ്ട്. അതൊരു പൾസാണ്, ഒരു സംശയവും വേണ്ട. ജയിക്കുമോ തോൽക്കുമോ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ BJPക്ക് വോട്ട് ചെയ്താൽ എന്താ എന്ന് കേരളത്തിൽ ശക്തമായൊരു ചോദ്യം ഉയർന്നു കേട്ടിട്ടുണ്ട്. അല്ല, അവിടെയും മോദി ഫാക്ടർ തന്നെയാണ്. താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ മോദിയാണ് നായകൻ. മോദി ഫാക്ടർ ആണ് പ്രകടമായി നമ്മൾ കണ്ടത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അടക്കം. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കണം. എന്തുകൊണ്ടാണ് കേന്ദ്രത്തിൽ വീണ്ടും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ? ഉദാഹരണം നമ്മൾ കണ്ടില്ല, അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഫലം വന്നില്ല, അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ എക്സിലൂടെ പ്രഖ്യാപിക്കുന്നു തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ. തിരുവനന്തപുരം നഗരസഭയുണ്ട്, ഇവിടെ ഒരു സർക്കാർ സംവിധാനമുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഞങ്ങൾ തരാം 150 കോടി 200 കോടിയുടെ പദ്ധതി പ്രഖ്യാപിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഒരു നഗരത്തിൻ്റെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ കേന്ദ്രം ഇടപെടേണ്ടി വരുന്നു. സ്വാഭാവികമായും അതൊരു വലിയ മെസ്സേജാണ്. തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ടെന്നുള്ള മെസ്സേജാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് എന്നുകൂടി ഓർക്കണം. അല്ല, മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയപ്പോൾ അദ്ദേഹം ആദ്യം പോയത് മുതലപ്പുഴ അടക്കമുള്ള തീരദേശ മേഖലയിലാണ്, അല്ലേ? കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം ഇതിൻ്റെ പൾസ് എവിടെ നിന്ന് തുടങ്ങണം. മാത്രം അത് കഴിഞ്ഞ് ടെക്നോ പാർക്ക് കേന്ദ്രീകരിച്ച് ടെക്കികൾ, യുവാക്കൾ, അവരുടെ വോട്ടുകൾ. ഈ മത്സ്യത്തൊഴിലാളികളെ ഒക്കെ നേരിട്ട് പോയി രാജീവ് ചന്ദ്രശേഖർ കാണുമ്പോൾ അവരുടെ ആവലാതികൾ പറയുമ്പോൾ ഈ പ്രദേശത്തല്ലേ പ്രശ്നമെന്ന് അദ്ദേഹം കയ്യിലുള്ള മാപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായി പഠിച്ചിട്ടാണ് വന്നത്, പഠിച്ചവരുടെ സംഘവുമായാണ് അദ്ദേഹം വന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വരുന്ന മിനിറ്റുകളിൽ പറയേണ്ടി വരുമായിരിക്കും ആവർത്തിച്ച്. എക്സിറ്റ് പോളിലേക്ക് പോകാം. എക്സിറ്റ് പോളാണ് വരാനിരിക്കുന്നത്. അതായത് 3 നാളപ്പുറം തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരും. അതിനു മുൻപ് എക്സിറ്റ് പോളുകൾ, ഇത് മലയാളിയുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ്റെ ഭാരതീയൻ്റെ എന്താണ് ആകാംക്ഷയുടെ അങ്ങേയറ്റത്താണ് ഈ എക്സിറ്റ് പോളുകൾ നിൽക്കുന്നത്. അവർക്ക് പെട്ടെന്നറിയാം ആര് ജയിക്കും, ആര് ഭരിക്കുമെന്നറിയാനുള്ള ഒരു ആഗ്രഹമാണ് അവരുടേത്, ആകാംക്ഷയാണ് അവരുടേത്. അതിൽ 80% സമയവും എക്സിറ്റ് പോളുകൾ ഏകദേശം ശരിയായിട്ടുണ്ടെന്നാണ് കണക്കുകൾ. 20% സമയമാണ് അപ്പാടെ പാളിപ്പോയിട്ടുള്ളത്. ഒരുപക്ഷെ ഈ പോളിംഗ് ശതമാനം കുറയുന്നതോ അല്ലെങ്കിൽ കടുത്ത മത്സരങ്ങൾ വരുന്നതോ അവസാന വട്ടത്തെ അടിയൊഴുക്കുകളോ ഒക്കെ ആയിരിക്കും സ്വാഭാവികമായി അങ്ങനെ രണ്ടാമതൊരു ചിന്തയിലേക്ക് ജനത്തെ പ്രേരിപ്പിക്കുന്നത്. അതാകാം ചിലപ്പോൾ 20% സമയത്ത് എക്സിറ്റ് പോളുകൾ പരാജയപ്പെടും. നമുക്കിപ്പോൾ ഈ 2010 അവസാനത്തെ 2 തവണത്തെയെങ്കിലും നമുക്കൊന്ന് വിശകലനം ചെയ്തു പോകാമെന്ന് വിചാരിക്കുന്നു. ഈ 2014 ന്യൂസ് 24 ചാണക്യ 340 NDAക്ക് പ്രവചിച്ചത്, 70 UPAക്കും 2014. അന്ന് നോക്കൂ 336 സീറ്റുകൾ NDA നേടി. അതായത് വെറും 4 സീറ്റുകൾ. ഒരു ഷാർപ്പ് സംഖ്യയൊക്കെ കൃത്യമായി പറയുക അസാധ്യമാണ്. അത് നോക്കൂ, 4 സീറ്റിന്റെ മാത്രം വ്യത്യാസമാണ് ഉണ്ടായത്. മറുവശത്ത് 10 സീറ്റിന്റെ വ്യത്യാസം. ഇന്ത്യ TV സി വോട്ടർ 289 101, അതും ഏകദേശം അടുത്തു വന്നു. പക്ഷേ അവിടെ കണക്കൂട്ടൽ പിഴച്ചിട്ടുണ്ട്. എങ്ങനെ? NDAയെ കാര്യമായി അവർ പരിഗണിച്ചില്ല. ഏകദേശം 50ഓളം സീറ്റുകളുടെ വ്യത്യാസം. CNN IBN CSDS 280 97 വളരെ അടുത്തല്ല, കാരണം 30-50 സീറ്റുകളുടെ വ്യത്യാസമുണ്ട്. NDTV യുടെ സർവേയിൽ പറയുന്നത് 279 സീറ്റുകളാണ്, 103. അപ്പോൾ താഴേക്ക് വരുമ്പോഴൊക്കെയും കുറഞ്ഞു വരുന്നുണ്ട്. CNN IBN CSDS ലോക്നീതി ABP ന്യൂസ് നിൽസൺ ഇന്ത്യ ടുഡേ ഇവരുടെയൊക്കെ കണക്കുകൂട്ടലുകൾ കുറേയൊക്കെ താഴെയായിപ്പോൾ. അതായത് കുറച്ചുകൂടി NDA നേടുമെന്ന് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ ന്യൂസ് 24 ചാണക്യയുടേത് ഏകദേശം കൃത്യമായിരുന്നു എന്നുള്ളത് ഇത് വലിയ ഒരു കാര്യമാണ്. അവർ തന്നെയാണ് 2019 ഒരു പക്ഷേ, അല്ലേ? അതെ, 2019 ഇന്ത്യ ടുഡേ ആക്സിസ് അവർ പറഞ്ഞത് 339-നും 365-നും ഇടയിൽ NDAക്ക് സീറ്റ് കിട്ടും എന്നുള്ളതാണ്. 353 ലഭിച്ചിരിക്കുന്നു. അത് ഏറെക്കുറെ ശരിയായി വന്നു. അതുപോലെ 77-നും 108 സീറ്റുകൾക്കിടയിലും UPAക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അവർ തന്ത്രപരമായ കണക്കാണ് അവതരിപ്പിച്ചത്. അത് ഏറെക്കുറെ അല്ല, അതിനകത്ത് തന്നെ വന്നു. അതെ, വന്നു. അതുപോലെ ന്യൂസ് 24 ടുഡേയ്സ് ചാണക്യ, എനിക്ക് തോന്നുന്നു അവരാണ് വളരെ കൃത്യമായിട്ട് ആധികാരികമായിട്ട്, അല്ലേ,
എക്സിറ്റ് പോൾ അതിന് മുമ്പത്തെ തവണ അവർ തന്നെയാണ്. അതെ, അവർ അതായത് തന്നെയാണ് 350 പറഞ്ഞു, 353 നേടി, 95 പറഞ്ഞു, 2 സീറ്റുകളുടെ വ്യത്യാസം. 93 UPA കിട്ടി. ന്യൂസ് 18 ഇപ്സോസ് 336 NDAക്ക്, 82 UPAക്ക്, അതുപോലെ VDP അസോസിയേറ്റ്സ് 333, 115. അതെ, ഏറെക്കുറെ 313, 306, 305 അങ്ങനെ. ഏതായാലും 2014 അപേക്ഷിച്ച് ഒരു BJP തരംഗമുണ്ടാകുമെന്ന് എല്ലാ സർവേകളും ഏറെക്കുറെ അടുത്ത് തന്നെ പറയുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് വരുന്നതിന് മുമ്പ് വിഷ്ണു നമുക്കിപ്പം ജിഷ്ണു ചേരുന്നുണ്ട്, ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ജിഷ്ണു, എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് പുറത്തു വരും. ജിഷ്ണു, എന്തായാലും എണ്ണി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ പാർട്ടികൾക്കും കൃത്യമായിട്ട്, എല്ലാ സഖ്യങ്ങൾക്കും കൃത്യമായിട്ട് അവരുടെ ഒരു കണക്കെടുപ്പ് അവർ നടത്തിയിട്ടുണ്ട്, വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പെട്ടിയിൽ ഇത്ര വോട്ടുകൾ വരും എന്ന് അവർക്ക് വിശ്വാസം ഉണ്ട്. പൊതുവിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതായത് ഞാൻ ആമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തുടക്കത്തിൽ NDAക്കുള്ളൊരു അപ്രമാദിത്വം, അത് ഈ ഓരോ ഫേസും കഴിഞ്ഞപ്പോൾ, ഓരോ ഘട്ടവും കഴിഞ്ഞപ്പോൾ ആ അപ്രമാദിത്വം കുറഞ്ഞു വന്നു. പിന്നീട് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു മുന്നേറ്റം ആണ് എന്ന രീതിയിൽ മാധ്യമങ്ങളടക്കം പ്രചരിപ്പിച്ചു. പക്ഷേ ഇന്ത്യ സഖ്യത്തിൻ്റെ ആത്മവിശ്വാസം കുറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ ഈ എക്സിറ്റ് പോൾ വരുന്ന സമയത്ത് അവർ പ്രതികരിക്കില്ല എന്നുള്ളൊരു തീരുമാനമാണ് ആദ്യം എടുത്തത്. പിന്നെ അവരിപ്പോൾ മാറ്റിയിരിക്കുന്നു. ഞങ്ങൾ ഈ എക്സിറ്റ് പോളുകളെ ബഹിഷ്കരിക്കുന്നു, ചാനലുകളിൽ പോയിരുന്ന് ചർച്ച നടത്തുന്നില്ല എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് ആണ്. ഇപ്പോൾ തീരുമാനം അത് തിരുത്തി വന്നിരിക്കുന്നത് NDA സഖ്യത്തിൽ. അപ്പോൾ കോൺഗ്രസ്സുകാർ വരുമെന്നുള്ള സംശയം അല്ല, ഇനി കോൺഗ്രസിനെ തള്ളിയതാണോ സഖ്യത്തിലെ മറ്റു കക്ഷികൾ എന്നൊരു സംശയം, ചോദ്യം പ്രസക്തമല്ലേ? പക്ഷേ ആ ഇന്ത്യ സഖ്യത്തെ നയിക്കുന്നത് കോൺഗ്രസ് ആണ്. അവർക്ക് ആത്മവിശ്വാസം. പൊതുവിൽ എങ്ങനെയാണ് ജിഷ്ണു, പൊതുവിൽ എങ്ങനെയാണ് നമ്മുടെ പ്രധാന പാർട്ടികൾ, പ്രധാന മുന്നണികൾ, എങ്ങനെയാണ് അവരുടെ ആത്മവിശ്വാസം, എന്താണ് അവരുടെ പ്രതീക്ഷ? ജിഷ്ണു. അനിൽ നമ്പ്യാർ, അല്പസമയത്തിനകം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരും. 6:30യോടുകൂടി എക്സിറ്റ് പോൾ ഫലങ്ങൾ ഓരോന്നായി പുറത്തുവരുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ചട്ടങ്ങൾ പ്രകാരം, അല്ലെങ്കിൽ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിന്റെ സമയം പൂർത്തിയായി അരമണിക്കൂറിന് ശേഷമാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ 6:30യോടുകൂടി ദേശീയ രാഷ്ട്രീയം മുഴുവനായി നോക്കി നിൽക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരും. അനിൽ നമ്പ്യാരും കൃഷ്ണരാജും സൂചിപ്പിച്ചതുപോലെ മുഴുവൻ രാജ്യവും ഈ എക്സിറ്റ് പോളിലേക്ക് കടന്നിട്ടിരിക്കുകയാണ്. എന്തായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ജനങ്ങൾ പ്രതികരിച്ചത് എന്നതിൻ്റെ ആദ്യ സൂചനയാണ്, ഫലസൂചന അല്ല എങ്കിൽ പോലും, ഫലപ്രഖ്യാപനമല്ല എങ്കിൽ പോലും ആദ്യ സൂചനയാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങളിലൂടെ പുറത്തു വരിക. മുൻകാലങ്ങളിലെല്ലാം തന്നെ എക്സിറ്റ് പോൾ പ്രവചനങ്ങളോട് ഏകദേശം അടുത്ത് നിൽക്കുന്ന ഫലങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്ക് ഉറ്റുനോക്കുകയാണ് ദേശീയ രാഷ്ട്രീയം. അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ NDA BJPക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അത് 7 ഘട്ടങ്ങളിലും BJPക്ക് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉൾപ്പെടെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ തന്നെ ലോക്സഭയിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഭൂരിപക്ഷം BJPക്ക് ലഭിച്ചു എന്ന പ്രഖ്യാപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഒപ്പം BJPയുടെ മുൻ ദേശീയ അധ്യക്ഷനുമായിരുന്ന അമിത്ഷാ നടത്തിയിട്ടുണ്ട്. ഇനിയുള്ള 2 ഘട്ടങ്ങളിലും BJPയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ സീറ്റുകളുടെ ആയിരിക്കും ലഭിക്കുക. ഈ 5ാം ഘട്ടത്തോടുകൂടി സർക്കാർ രൂപീകരണത്തിനുള്ള ഭൂരിപക്ഷം ലഭിച്ചു എന്ന വലിയ പ്രഖ്യാപനവും ആത്മവിശ്വാസവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരുന്നു. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP NDA നേതൃത്വമുള്ളത്. കാരണം ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ പോലും, അത് പ്രചരണമാണെങ്കിലും വോട്ടെടുപ്പിന്റെ ഘട്ടങ്ങളിലാണെങ്കിലും, ഒരു ഘട്ടത്തിൽ പോലും BJPയെ വെല്ലുവിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു വെല്ലുവിളി BJPക്ക് ഉയർത്താൻ സാധിക്കുന്ന തരത്തിലേക്ക് മുന്നേറാൻ കോൺഗ്രസിനോ പ്രതിപക്ഷ മുന്നണിക്കോ സാധിച്ചു എന്ന് നമുക്ക് ദേശീയ രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ ഒരിക്കൽ പോലും കാണാൻ സാധിക്കില്ല. കാരണം അത്രയധികം കോൺഫിഡൻസോട് കൂടിയാണ് ഇത്തവണ BJP കളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോദി എന്ന ഫാക്ടർ തന്നെയാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ 2014 ശേഷം രാജ്യത്ത് നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണെങ്കിലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡും ഉൾപ്പെടെ ഹിന്ദി ഹൃദയഭൂമികയിൽ നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും BJPയുടെ ഗ്യാരണ്ടി എന്നുള്ളത് മോദി എന്ന ഫാക്ടറാണ്. നരേന്ദ്രമോദി എന്ന നേതാവ് തന്നെയാണ്. അദ്ദേഹം
ഒരു ദിവസം 3-ലധികം തെരഞ്ഞെടുപ്പ് റാലികൾ, പല ദിവസങ്ങളിലും 5ഉം 6ഉം തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തുകൊണ്ടാണ് ഈ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ നേടിയെടുത്തിട്ടുള്ള സീറ്റുകൾ നിലനിർത്തുന്നതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ ദക്ഷിണ മേഖലയിൽ നിന്ന്, അത് കേരളവും തമിഴ്നാടും തെലങ്കാനയും ആന്ധ്രാപ്രദേശും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കൂടി കൂടുതൽ സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് 400+ സീറ്റുകൾ നേടുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു കഴിഞ്ഞ ജനുവരി മാസം മുതൽ BJP ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ നോക്കിക്കാട്ടിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേളയിലോ അല്ലെങ്കിൽ അതിനു മുൻപോ അല്ല, കഴിഞ്ഞ ജനുവരി മാസം മുതൽ തന്നെ വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ, അതും ജിഷ്ണു, NDAയുടെ ഭാഗത്ത്, പ്രത്യേകിച്ച് BJPയുടെ ഭാഗത്ത് കൃത്യമായ ഒരു ചിട്ടയായ പ്രവർത്തന രീതി തന്നെയായിരുന്നു. വളരെ പ്ലാനിംഗ് ഉണ്ടെന്ന് പലപ്പോഴും വ്യക്തവുമായിരുന്നു. ഇനി മറുവശത്തേക്ക് വന്നാൽ, ഇപ്പോൾ ജിഷ്ണു പറഞ്ഞല്ലോ, ഒരു ഘട്ടത്തിൽ പോലും കോൺഗ്രസിനോ ഇന്ത്യ സഖ്യത്തിനോ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നത് കാണാൻ കഴിഞ്ഞില്ല എന്ന്. ഒരു തെരഞ്ഞെടുപ്പാണ്, സ്വാഭാവികമായും പ്രതീക്ഷകൾ എല്ലാവർക്കും ഉണ്ടാകും. ഇന്നലെ ഞങ്ങൾ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ ബഹിഷ്കരിക്കുന്നു എന്ന് കോൺഗ്രസ് പറഞ്ഞു. ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് വലിയൊരു പേടി കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ഉണ്ട് എന്ന്. പക്ഷെ അതിനു മുമ്പൊക്കെ ഓരോ വാക്കുകളിലും അകത്തെന്തായാലും പുറത്തവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഇത്തവണ നേടും. ഉത്തർപ്രദേശിൽ വാരാണസിയിൽ മാത്രമേ BJP ജയിക്കൂ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അപ്പോൾ വലിയൊരു ആത്മവിശ്വാസം പ്രചരിപ്പിക്കാൻ അവർ ശ്രമിച്ചിരുന്നു. അത് വെറും പുറമേ കണ്ടതു മാത്രമോ? കൃഷ്ണരാജ്, വാരണാസി മാത്രമായിരിക്കും BJP നേടാൻ സാധിക്കുക എന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപനത്തിന്, പ്രതികരണത്തിന് വലിയ മറുപടി ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ നടത്തിയിരുന്നു. നിലവിൽ കോൺഗ്രസിന് ഉത്തർപ്രദേശിലുള്ള ഒരേ ഒരു സിറ്റിംഗ് സീറ്റായിട്ടുള്ള റായ്ബറേലി കൂടി പിടിച്ചെടുത്തുകൊണ്ടായിരിക്കും ഇത്തവണ ഉത്തർപ്രദേശിൽ BJPയുടെ മുന്നേറ്റം എന്നുള്ളതായിരുന്നു ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിട്ടുള്ളത്. കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും പ്രവർത്തനങ്ങൾ കൃഷ്ണരാജ് സൂചിപ്പിച്ചതും വിശകലനം ചെയ്യുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ 1, 2, 3 ഘട്ടങ്ങളിൽ ഒന്നും തന്നെ കോൺഗ്രസിന് കാര്യമായ യാതൊരു ചലനവും സംസ്ഥാനങ്ങളിൽ ഏതൊരു സംസ്ഥാനം പരിശോധിക്കുമ്പോഴും ഉണ്ടാക്കാൻ സാധിച്ചില്ല. പിന്നീട് റായ്ബറേലിയിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനവും കൂടാതെ ആം ആദ്മി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനവും ഇന്ത്യ മുന്നണിക്ക് വലിയ കരുത്തു പകരുമെന്ന പ്രചാരണം നടത്തിക്കൊണ്ട് 4, 5, 6 ഘട്ടങ്ങളിൽ വലിയ രീതിയിൽ പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകാനുള്ള പ്രതികരണങ്ങൾ രാഹുലും പ്രിയങ്കയും ഒപ്പം മറ്റ് സഖ്യകക്ഷികളും നടത്തിയിരുന്നു. പക്ഷെ അത് ഗ്രൗണ്ട് ലെവലിൽ എത്രത്തോളം ജനങ്ങളെ സ്വാധീനിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഇപ്പോൾ ഉത്തർപ്രദേശിൽ പോലും, ഓരോ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പവർ ഹൗസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. UP പിടിച്ചാൽ കേന്ദ്രത്തിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ ഭരണം പിടിക്കാമെന്നൊരു രീതി തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു കീഴ്വഴക്കം തന്നെ നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ കാണാൻ സാധിക്കും. ആ ഉത്തർപ്രദേശിൽ പോലും ഇത്തവണ റായ്ബറേലി മാത്രമാണ് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായിട്ടുള്ളത്. അവരുടെ സഖ്യകക്ഷിയായി നിൽക്കുന്ന സമാജ്വാദി പാർട്ടിക്കാകട്ടെ 5 സീറ്റുകൾ സിറ്റിംഗ് സീറ്റുകളായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് സീറ്റുകൾ നേടാൻ എന്ത് പ്രവർത്തനം കോൺഗ്രസും സമാജ്വാദിയും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം ഉത്തർപ്രദേശിൽ നടത്തിയെന്നുള്ളതാണ് ചോദ്യം. ജനങ്ങൾക്ക് നിലവിൽ വേണ്ടത് അവരുടെ അടിസ്ഥാന സൗകര്യ വികസനം, കണക്ടിവിറ്റി, റോഡ്, റെയിൽ, വ്യോമഗതാഗതം, താമസ സൗകര്യം, കുടിവെള്ള സൗകര്യം, വൈദ്യുതി, ഗ്യാസ്, അത്തരത്തിൽ അടിസ്ഥാന സൗകര്യ വികസനവും ജീവിത നിലവാരം ഉയർത്തുന്നതിനാവശ്യമായ പദ്ധതികളും ആര് നൽകുന്നോ അവർക്ക് അനുകൂലമായി നിന്നുകൊണ്ട്, മുൻകാലങ്ങളിൽ നിന്ന് സമാനമായി അന്ധമായൊരു രാഷ്ട്രീയ പാർട്ടിയെ വിശ്വസിച്ചുകൊണ്ട് കാലാകാലം അവർക്ക് വോട്ട് ചെയ്യുന്ന പതിവ് രാജ്യത്തെ ജനങ്ങൾ മാറ്റുകയും ആരാണോ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി പദ്ധതികൾ കൊണ്ടുവരുന്നത്, പ്രവർത്തനങ്ങൾ നടത്തുന്നത്, അവർക്കൊപ്പം നിൽക്കാനാണെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്ര, പക്ഷേ ഇവിടങ്ങളിലൊക്കെ ജാതി രാഷ്ട്രീയം, പ്രത്യേകിച്ച് മൈനോറിറ്റി പൊളിറ്റിക്സ് കളിച്ചില്ലേ ഇന്ത്യ സഖ്യം? അതിലാണ് അവർ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. നോക്കൂ, അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ തെക്കേ ഇന്ത്യയിൽ വരികയാണെങ്കിൽ കർണാടകത്തിൽ BJPക്ക് സീറ്റുകൾ നഷ്ടപ്പെടും. അതുപോലെ ബീഹാർ, ഹരിയാന, മഹാരാഷ്ട്രം എന്നിവിടങ്ങളിലൊക്കെ സീറ്റുകൾ നഷ്ടപ്പെടും. BJP ദുർബലമാകും എന്ന ഒരു വിലയിരുത്തൽ പൊതുവെ ഇന്ത്യ സഖ്യത്തിൻ്റെ ക്യാമ്പിൽ ഉണ്ട്. എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത്? അൽനമ്പ്യാർ, തീർച്ചയായും ഒരു ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ഏകീകരിക്കുന്നതിനും ആ ന്യൂനപക്ഷ വോട്ട് ബാങ്കിന്റെ ഗുണഫലം കോൺഗ്രസിന് അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണിക്ക് ലഭിക്കുന്നതിന് ഒരു സാഹചര്യം ഒരുക്കാൻ വലിയ ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഒപ്പം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ
പാകിസ്ഥാനെ പോലും പുകഴ്ത്തുന്ന പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത് വളരെ കൃത്യമായി BJPക്കെതിരെ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് നിലകൊള്ളും, അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവർ BJPക്കെതിരെ നിലകൊള്ളുമെന്ന വലിയ ചിന്താഗതിയോടുകൂടിയാണ് അത്തരത്തിലൊരു പ്രവർത്തനം കോൺഗ്രസും പ്രതിപക്ഷ മുന്നണിയും നടത്തിയിട്ടുള്ളത്. അത് ദക്ഷിണ ഭാരതത്തിലെ ചില മണ്ഡലങ്ങളിൽ മാത്രം അവർക്ക് സഹായകമാകും എന്നതൊഴിച്ചാൽ മറ്റ് രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ആ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം അല്ലെങ്കിൽ പഴയ കാലത്തെ ജാതി രാഷ്ട്രീയം കോൺഗ്രസിന് പയറ്റാൻ സാധിക്കും, അതിലൂടെ ഫലമുണ്ടാക്കാൻ സാധിക്കും എന്ന് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരിക്കലും വിലയിരുത്താൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ജാതി രാഷ്ട്രീയത്തിൻ്റെ സമവാക്യങ്ങളെല്ലാം തന്നെ അടിച്ചു തകർത്തുകൊണ്ടാണ് പല മണ്ഡലങ്ങളിലും BJP മുന്നേറിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വികസന രാഷ്ട്രീയം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് രാഷ്ട്രീയ പാർട്ടികൾ മുൻപോട്ട് വെക്കുന്നു, അല്ലെങ്കിൽ കാലാകാലങ്ങളോളം ഒരു രാഷ്ട്രീയ പാർട്ടിയെ അന്ധമായി വിശ്വസിക്കുക എന്നതിനപ്പുറത്തേക്ക് വളരെ കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ ഈ ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ കൂടെ നിർത്താനുള്ള കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ മുന്നണിയുടെയും ശ്രമം എത്രത്തോളം ഫലം കാണുമെന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. തെരഞ്ഞെടുപ്പാണ്, ജനങ്ങളുടെ വിധിയാണ്, നമുക്ക് മുൻകൂട്ടിയൊന്നും പറയാൻ സാധ്യമല്ല. നിലവിലിപ്പോൾ അല്പസമയങ്ങൾക്ക് മുൻപാണ് ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ ഇന്ത്യ മുന്നണി നേതാക്കളുടെ യോഗം ചേർന്നിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മല്ലികാർജ്ജുന ഖാർഗെയും സോണിയയും രാഹുലും സമാജ്വാദി പാർട്ടി നേതാക്കളൊപ്പം NCP നേതാവ് ശരത് പവാർ, ആം ആദ്മി നേതാക്കളും മുഖ്യമന്ത്രിമാരുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ, ഭഗവത് മാൻ തുടങ്ങിയിട്ടുള്ളവരെല്ലാം തന്നെ പങ്കെടുത്തിരുന്നു. അവരുടെ ഒരു വിലയിരുത്തലായി ഈ യോഗത്തിന് ശേഷം ബീഹാറിൽ നിന്നുള്ള തേജസ്വി യാദവും ഒപ്പം മറ്റ് ഇന്ത്യ മുന്നണി നേതാക്കളും എല്ലാം തന്നെ പ്രതികരിച്ചത് ഇന്ത്യ മുന്നണിക്ക് 295 സീറ്റ്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷവും കടന്നുള്ള സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമെന്ന വിലയിരുത്തൽ ഈ യോഗം നടത്തി എന്ന പ്രതികരണമാണ് ഈ നേതാക്കൾ. BJPയുടെ ആത്മവിശ്വാസത്തിന് പിന്നിലെന്ത്? കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഉണ്ടാക്കുന്ന ആത്മവിശ്വാസത്തിന് പിന്നിൽ പുകമറയോ? അതിനുത്തരമാണ് ജിഷ്ണു കൃത്യമായി പറഞ്ഞു വെച്ചത്. ജിഷ്ണുവിലേക്ക് ഇനി വേണ്ടി വന്നാൽ, ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്കിടയിൽ വേണ്ടി വന്നാൽ ജിഷ്ണുവിലേക്ക് വീണ്ടും പോകാം. നമുക്കൊപ്പം അതിഥികൾ ചേരുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രതിനിധി A. ഷുക്കൂർ, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ P. അനിൽകുമാർ എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആദ്യം ശ്രീ A. ഷുക്കൂറിലേക്ക് പോവുകയാണ്. ശ്രീ A. ഷുക്കൂർ, ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് കോൺഗ്രസ് പ്രതിനിധികളെ അയക്കില്ല എന്നൊരു തീരുമാനമാണ് എടുത്തത്. ഇപ്പോൾ അവസാന നിമിഷം ഈ എക്സിറ്റ് പോൾ റിസൾട്ട് വരാൻ പോകുന്ന ആ നിമിഷം ഇപ്പോഴിതാ താങ്കൾ വന്നിരിക്കുന്നു. കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആത്മവിശ്വാസ കുറവാണോ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് പിന്നിൽ ശ്രീ A. ഷുക്കൂർ? അല്ല, ഈ എക്സിറ്റ് പോളുകൾ സംബന്ധിച്ച് തന്നെ ഒരുപാട് അനുഭവങ്ങളും സംശയങ്ങളും മുൻകാലങ്ങളിലുള്ളതും ഇത്തവണ അത് കുറേ കൂടെ അഗ്രസീവായി വന്ന ഒരു സാഹചര്യമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ളൊരു തീരുമാനമെടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ത്യ മുന്നണിയുടെ യോഗ തീരുമാനം അതല്ല, നമ്മൾക്ക് പറയാനുള്ളത് പറയണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഏതായാലും സഹകരിക്കാൻ തീരുമാനിച്ചു. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന നടപടികളുടെ ഭാഗമായി അത് ഉപകരിക്കും എന്നുള്ളതാണ് അവസാനമായി ഞങ്ങൾ കണ്ടെത്തിയത്. ആയിക്കോട്ടെ, അതിൻ്റെ ഭാഗമായി ഞങ്ങൾ പങ്കെടുക്കുന്നു. ഇത്രയാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാം. ശ്രീ A. ഷുക്കൂർ, ഈ കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കുന്നു, ഞങ്ങൾ ചർച്ചയ്ക്കില്ല എന്ന് തീരുമാനമെടുക്കുന്നു. അതിനുശേഷം മുന്നണിയിലെ കക്ഷികളെല്ലാം കൂടി ചേർന്നിരുന്ന് നമുക്കിത് പോയി വിലയിരുത്തിയേ തീരൂ എന്ന് തീരുമാനിക്കുന്നു. നയിക്കുന്നത് നിങ്ങളാണല്ലോ. അപ്പം നിങ്ങളുടെ തീരുമാനത്തെ തള്ളുകയല്ലേ മറ്റുള്ളവർ? ഇതാണോ ഒരു മുന്നണിയുടെ ഘടന? അങ്ങനെയല്ലല്ലോ. ഇതൊരു ജനാധിപത്യ മുന്നണിയല്ലേ, സ്വേച്ഛാധിപത്യ മുന്നണി അല്ലല്ലോ. അപ്പൊ നിങ്ങൾ അവരോട് തീരുമാനിക്കാതെ ഒരു തീരുമാനം എടുത്തെന്തിനാണ്? അടിച്ചമർത്തുന്ന, അവരോട് ആലോചിക്കാതെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചെന്തിനാണ്? അല്ല, അത് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഹസനം എന്നുള്ളത് കണ്ടു. പക്ഷെ അതല്ല, നമുക്കതിൽ പങ്കെടുത്തുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയേണ്ടി വരും. കഴിഞ്ഞകാല അനുഭവങ്ങൾ കൂടിയുണ്ട്. നമുക്ക് പല സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പുകളിലും മുൻപ് 2004 എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതും ആ പ്രവചനത്തിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്.
അതുകൊണ്ട് ആ രൂപത്തിലേക്കുള്ളൊരു ചർച്ച, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു മാർഗം അതിൻ്റെ ഭാഗമായി തീരണം എന്ന് ഈ മുന്നണി സംവിധാനത്തിലെ കക്ഷികൾ ആവശ്യപ്പെട്ടപ്പോൾ അതനുസരിക്കുകയാണ് ചെയ്തത്. അത് ഞങ്ങൾ ഒരു 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 ഏകാധിപത്യവും ഞങ്ങൾ അത്തരത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല ശ്രീ ഷുക്കൂർ, താങ്കൾ പറഞ്ഞു വരുന്നത് എക്സിറ്റ് പോളിലുള്ള അവിശ്വാസമാണ്, അല്ലാതെ ഭാരതത്തിലെ വോട്ടർമാരിലുള്ള അവിശ്വാസമല്ല. തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഭാരതത്തിലെ വോട്ടർമാരല്ലല്ലോ ഇന്ത്യൻ പ്രധാനമന്ത്രി കാണിക്കുന്ന പല കോപ്രായങ്ങളും നമ്മൾ കാണുമ്പോൾ അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ പോലുള്ള ഭരണഘടനാ സ്ഥാപനം പോലും ഒരു തരത്തിലും ഒരു കാര്യം സമർപ്പിച്ചാൽ അതിന് നീതിബോധത്തോടു കൂടിയുള്ള നടപടിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു 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 എന്താ പറയുക ആത്മാർത്ഥതയോടുകൂടി അത് എടുക്കുകയോ ചെയ്യാതെ പോകുന്ന ഒരു ഘട്ടമായി ഈ തെരഞ്ഞെടുപ്പിനെ കാണുകയാണ്. അല്ല, ഈ എക്സിറ്റ് പോളുകളും വോട്ട് എന്തായാലും പെട്ടിയിലായി കഴിഞ്ഞു. പിന്നെ ഈ എക്സിറ്റ് പോളുകളെ മാറ്റി നിർത്തുന്നത് എന്തിനാണ്? പറയാനുള്ളത് പറഞ്ഞിട്ട് പൊയ്ക്കോട്ടെ. വോട്ടെടുപ്പ് കഴിഞ്ഞല്ലോ, എല്ലാ വോട്ടുകളും പെട്ടിയിലായി കഴിഞ്ഞു. അല്ല, എക്സിറ്റ് പോളുകൾ എത്രയോ കാലം മുമ്പ് എടുത്തതാണ്. 7 ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പാണ്. അവസാന ഘട്ടമാണ് ഇന്നത്തെ ഇപ്പോഴെടുത്തു. മറ്റതെല്ലാം കഴിഞ്ഞ എൻ്റെ തുടക്കം മുതൽ മറ്റ് 6 ഘട്ടങ്ങളിലെയും പോളിംഗ് കഴിഞ്ഞ ആ നിമിഷം എടുത്തില്ലേ. പക്ഷേ ഈ ഇതുവരെ ഉണ്ടായിട്ടുള്ള എക്സിറ്റ് പോളുകളിൽ 80% ശരിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഏറെക്കുറെ ശരിയാണ് ഞങ്ങളെപ്പോലുള്ളവർ കരുതുന്നത്. പക്ഷേ എന്താണ് നടന്നിട്ടുള്ളതെന്ന് നാളുകളിൽ അതെല്ലാം പുറംപാട്ടാകും. യെസ്, നമുക്ക് എന്തായാലും അഡ്വക്കേറ്റ് ടി എസ് ഉല്ലാസ് ബാബുവിലേക്ക് പോകാം. ഉല്ലാസ് ബാബു, എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇതാ വരാൻ ഇരിക്കുന്നു. കൂട്ടിക്കിഴിക്കലുകൾ എല്ലാം നടക്കുന്നുണ്ട്. BJPയുടെ പ്രതീക്ഷ എന്താണ്? ഒരു കാര്യം കൂടി, നമ്മുടെ ശക്തൻ്റെ തട്ടകത്തിലാണ്, വടക്കുന്നാഥൻ്റെ മണ്ണിലാണ് അഡ്വക്കേറ്റ് ടി എസ് ഉല്ലാസ് ബാബു ഇരിക്കുന്നത്. BJP കേരളത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റ്, പല സീറ്റുകളും പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷേ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സീറ്റാണ് തൃശ്ശൂർ. കേരളത്തിലടക്കമുള്ള NDAയുടെ സാധ്യതകൾ, എനിക്ക് തോന്നുന്നു ഉല്ലാസ് ബാബു പുറത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷയിലാണ്. 4-ന് പുതിയ ഉദയം ഉണ്ടാവും എന്നാണ് നമ്മുടെ രാഹുൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ വലിയ പ്രതീക്ഷയൊന്നും ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിൽ ഇല്ല. അവർ വിട്ടുനിൽക്കാനാണ് തീരുമാനിച്ചത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പോയി 2 വാക്ക് പറയാം എന്ന് തീരുമാനിച്ചിരിക്കുന്നു. പൊതുവിൽ എങ്ങനെ വിലയിരുത്തുന്നു? ആദ്യത്തെ ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ട് മറുപടി പറയാം. എന്ന് പറഞ്ഞാൽ ശക്തൻ്റെ തട്ടകത്തിൽ കാലം ഇത്രയായി ഒരു ഡെവലപ്മെൻറ്റും നടക്കാത്ത ഒരു നാട്ടിൽ നിന്ന് വികസിത് ഭാരതത്തിൻ്റെ ഭാഗമായിട്ട് വിഷൻ ടു റിയാലിറ്റി എന്ന് പറയപ്പെടുന്ന വലിയ ഒരു ആശയവുമായി ബഹുമാനായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി 100% ജയിച്ചു വരുമെന്നുള്ളത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. അദ്ദേഹം ജയിക്കും, അതിലൊരു ചർച്ചയില്ല. 2, രാഹുൽ ഗാന്ധി പറഞ്ഞ പുതിയൊരു ഉദയം ശരിയാണ് സർ. 3-ാം തവണയും നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന വലിയൊരു ഉദയം ഇവിടെ സംഭവിക്കും. ഡെമോക്രസിയും ജനാധിപത്യത്തെക്കുറിച്ച് ബഹുമാനായ ശ്രീ ഷുക്കൂർ ജാൻ അദ്ദേഹം പറഞ്ഞു സർ, ജനാധിപത്യത്തിലെ ഏറ്റവും മദർ ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞ് വിളിക്കാവുന്ന രീതിയിലാണ് ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനമുള്ളത്. ആ ജനാധിപത്യ സംവിധാനത്തിലിരുന്ന് തെരഞ്ഞെടുത്ത നേതാക്കന്മാരായിട്ടുള്ള ആളുകളെ പുറത്താക്കാൻ നിങ്ങൾ ഇടപെടണമെന്ന് പറഞ്ഞ് ഏകാധിപത്യ രാജ്യങ്ങളോട് പരാതി പറഞ്ഞവരാണ് ഈ കോൺഗ്രസ്സുകാർ. അത് നമ്മളൊന്നും മറന്നിട്ടില്ലല്ലോ. 2, BJP ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ടിട്ടുള്ളത് ഡിവൈഡിങ് ശൈലിയിലല്ല, കാസ്റ്റ് സ്വഭാവത്തിലല്ല, ജാതി മത വർഗ വർണ്ണങ്ങളെ വേർതിരിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല BJP ചെയ്തത്. കോൺഗ്രസ് ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി പരമാവധി ശ്രമിച്ചപ്പോൾ BJP ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ മൊത്തം ഇന്ത്യയിൽ ഞങ്ങൾ സംസാരിച്ചത് ഡെവലപ്മെൻറ്റാണ്. ഞങ്ങൾ സംസാരിച്ചത് ഞങ്ങൾ ചെയ്തിട്ടുള്ള കാർഷിക മേഖലകളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, യുവജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, രാജ്യത്തിൻ്റെ പൊതു വികസനത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, വനിതകൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, അതേപോലെ തന്നെ ടെക്നോളജിയിൽ ഞങ്ങൾ വരുത്തിയ മാറ്റങ്ങൾ, ശാസ്ത്രീയ രംഗത്ത് ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇത്യാദി കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിൽ പ്ലേസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ബൂത്ത് തല പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയത്. കോൺഗ്രസിൻ്റെ പോലെ ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയകളിലോ കാണിക്കുന്ന ഗിമ്മിക്കിലൂടെയല്ല
ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റുകളിലേക്ക് ഞങ്ങൾ എത്തുമെന്ന് പറയപ്പെടുന്നത്. ആദ്യമേ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ, ബഹുമാനായ ശ്രീ JP നഡ്ഡാജിയുടെ നേതൃത്വത്തിൽ, ബഹുമാനായ ശ്രീ അമിത്ഷാജിയുടെയും അതുപോലെ തന്നെ രാജ്നാഥ് സിംഗ് ജിയുടെയും ഒക്കെ നേതൃത്വത്തിൽ അങ്ങനെ 150-150ഓളം ഏറ്റവും ഒന്നാം നിരയിൽ നിൽക്കുന്ന നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്ത് ഓരോ ബൂത്തുകളിലും ഇറങ്ങി പേജ് പ്രമുഖന്മാരെ നിശ്ചയിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനം ജനങ്ങളിലേക്ക് എത്തി എന്നുള്ളത് പരിപൂർണമാണ്. നോക്കും, 31 ലക്ഷം കോടി രൂപയാണ് ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ, കമ്മീഷനിലൂടെ അല്ലട്ടോ, 31 ലക്ഷം കോടി രൂപ DBT സിസ്റ്റത്തിലൂടെ ജനങ്ങളിലേക്ക്, ബെനിഫിഷ്യറീസിലേക്ക് ഡയറക്റ്റ് എത്തിച്ച ഏക സർക്കാർ സ്വതന്ത്ര ഭാരതത്തിൽ ഈ BJP സർക്കാരാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ആ ബെനിഫിഷ്യറീസിന്റെ വോട്ടുകൾ മാത്രം മതി ഞങ്ങൾക്ക് ജയിക്കാൻ. അത് നിങ്ങൾ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ എന്തൊക്കെ പുകമറ സൃഷ്ടിച്ചാലും ഈ ഇന്ത്യ മഹാരാജ്യം 4-ാം തീയതി വിധി എഴുതുന്നത് പുറത്തേക്ക് വരാൻ പോകുന്നു. എന്താണ്? നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 3-ാം തവണയും BJP NDA സർക്കാർ അധികാരത്തിൽ വരും. കോൺഗ്രസ് അപ്പോൾ ഉന്നയിക്കാൻ പോകുന്നത് എന്താണ്? ഇപ്പോഴത്തെ തുടങ്ങി വെച്ചിട്ടുണ്ട്, പതുക്കെ ക്രഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. EVM അതല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് പതുക്കെ കോൺഗ്രസിന്റെ നേതാവ് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഈ ചടങ്ങ് എല്ലാ തവണയും ഉള്ളതാണ്. ഈ വഴിപാട് പറയുന്നത് പോലെ ഈ ചടങ്ങുകളൊക്കെ പറയും. ജനങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് ആവശ്യകരമായ കാര്യങ്ങൾ ചെയ്ത് ജനങ്ങളുടെ ജാതീയമായിട്ടും ജനങ്ങളെ മതപരമായിട്ടും വേർതിരിക്കാതെ ജനങ്ങളുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ വികസനം സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ ജനമധ്യത്തിൽ നിന്ന് വോട്ട് മേടിച്ചപ്പോൾ ഞങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് അവിടെ സൗത്ത് ഇന്ത്യയാക്കിയും നോർത്ത് ഇന്ത്യയാക്കിയും ഈസ്റ്റ് ഇന്ത്യയാക്കിയും ഒക്കെ നിങ്ങൾ അതിനെ പശു ബെൽറ്റായി കണ്ടു, നിങ്ങൾ അതിനെ ഇപ്പുറത്തെ ബെൽറ്റായി കണ്ടു. നിങ്ങൾ അങ്ങനെയൊക്കെ വേർതിരിച്ചുകൊണ്ട് ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പരമാവധി ശ്രമിച്ചു. കോൺഗ്രസ് മുന്നണി എന്ന് പറഞ്ഞാൽ കുറേ ആളുകളെ വലിച്ചു വാരി കൂട്ടി ആർക്ക് വേണമെങ്കിൽ പ്രധാനമന്ത്രിയാകാം, ഏത് മാസം വേണമെങ്കിൽ ഒരു മാസം ഒരു പ്രധാനമന്ത്രി എന്ന രീതിയിലാവാം, അയച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്ത് BJPയെ തോൽപ്പിച്ചാൽ മതി. ആ നിലപാടുകളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകും. കാരണം ജനങ്ങൾ ഇതൊക്കെ നിമിഷങ്ങൾക്കുള്ളിൽ എക്സിറ്റ് പോളുകൾ 30ആയി. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഓരോന്നായി വന്നു തുടങ്ങാറായി. ആദ്യ എക്സിറ്റ് പോൾ ഫലം പുറത്തു വരുന്നു, റിപ്പബ്ലിക് TVയുടേതായി. അതിൽ വലിയൊരു മുന്നേറ്റം NDA സഖ്യത്തിന്, BJP സഖ്യത്തിന് പറയുന്നു. 359 സീറ്റുകൾ വരെ നേടാം എന്ന് പറയുന്നു. കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിന് വെറും 154 സീറ്റുകൾ മാത്രം. എല്ലാ കക്ഷികളും ഒരുമിച്ച് നിന്നിട്ടും BJPയുടെ അയലത്തെത്താനാകുന്നില്ലല്ലോ. അല്ല റിപ്പബ്ലിക് ചാനലായതുകൊണ്ട് NDAക്ക് വാരിക്കോരി കൊടുത്തു ഷുക്കൂർജി പറയും. ശ്രീ A ഷുക്കൂർ, ഇതാ റിപ്പബ്ലിക് ചാനലിന്റെ എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നിരിക്കുന്നു. 359 സീറ്റുകളിൽ 359 സീറ്റുകളിൽ NDAയും 154 സീറ്റുകളിൽ ഇന്ത്യ സഖ്യവും എന്നാണ് പറയുന്നത്. ഇത് വിശ്വാസത്തിൽ എടുക്കുന്നുണ്ടോ? ഈ ഒരു നമ്പറിലേക്ക് പോകുമോ? എടുക്കുന്നില്ലെന്നല്ലേ പറയൂ. അതെ. യെസ്, A ഷുക്കൂർ. എക്സിറ്റ് പോൾ അല്ലേ? അതെ, അതാണല്ലോ ചർച്ച ചെയ്യുന്നത്. എക്സിറ്റ് പോൾ അല്ലേ? അല്ല, എക്സിറ്റ് പോൾ ആണല്ലോ പലപ്പോഴും മാറിയും മറിഞ്ഞും വന്നിട്ടുള്ളത്. അല്ല, പക്ഷേ എന്നാലും വലിയൊരു അന്തരല്ലേ. ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് നിങ്ങളൊക്കെ. പക്ഷേ നോക്കൂ, റിപ്പബ്ലിക് ചാനൽ ആയതുകൊണ്ട് ഞാൻ നേരത്തെ കൃഷ്ണനാഥനോട് പറഞ്ഞതുപോലെ ഒരു പക്ഷേ NDA മുന്നണിക്ക് NDA സഖ്യത്തിന് വാരിക്കോരി കൊടുത്തു എന്ന് പറയും. പക്ഷേ എങ്കിലും വലിയൊരു അന്തരം വരുന്നു. മറ്റ് ചാനലുകളെ നമുക്ക് നോക്കാം. അല്ല സാർ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. 2014 336, 2019 353, ഇത്തവണ 359 പറയുന്നു. എക്സിറ്റ് പോൾ ആയിക്കോട്ടെ, ഒരു പടി മേലേക്കാണ്. അതാണ് പ്രശ്നം. ഇത്രയും കക്ഷികൾ ഒരുമിച്ച് നിന്നിട്ടും ഒരു പടി മേലേക്കാണ് BJP എന്ന സൂചന എന്നേ പറയുന്നുള്ളൂ. അല്ല ശ്രീ A ഷുക്കൂർ, എക്സിറ്റ് പോൾ ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുമോ? അതെ, റിപ്പബ്ലിക് TVയുടെ അതാണ് എക്സിറ്റ് പോളിന്റെ അഭിപ്രായം. ഇതാ എല്ലാ അടുത്ത ചാനലുകളുടെയൊക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തെ പിന്തുണക്കുന്ന ചാനലുകളും എക്സിറ്റ് പോൾ ഫലങ്ങളുമായിട്ട് പുറത്തു വരും താമസിയാതെ. ഈ ചർച്ച മറിഞ്ഞതിന്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് ചരിത്രമൊന്നുമില്ല കേട്ടോ. ഒരു 20% മാത്രമാണ് അങ്ങനെ മാറി മറിഞ്ഞിട്ടുള്ളത്. അതും ഒരുപക്ഷെ ഈ സർവേ ഒക്കെ എടുക്കുന്നത് ആദ്യമായിരിക്കും. ഒരുപാടില്ല, 20%. 2000 മുതൽ ഇങ്ങോട്ട് 2024 വരെയുള്ള ചരിത്രത്തിൽ 80% അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല.
അതായത് നമ്മുടെ ഈ ഡിജിറ്റൽ ഇന്ത്യയിൽ 359 NDA ഇന്ത്യ സഖ്യം 154 അതേഴ്സ് 30 എന്നാണ് പറയുന്നത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിട്ടുണ്ട്. അല്ല ഷുക്കൂർജിയുടെ മനസ്സിലൊരു കണക്കുണ്ടാവുമല്ലോ അല്ലേ, അതൊന്ന് പറയാൻ പറ്റുമോ? ഏതായാലും വരട്ടെ. അല്ല എന്നാലും ഇപ്പോഴും വരട്ടെ. ഏറ്റവും ചുരുങ്ങിയ പക്ഷേ കേരളത്തിലെങ്കിലും എത്ര സീറ്റുകൾ നേടും എന്താണ് താങ്കളുടെ പ്രതീക്ഷ? ഇവിടെ UDF എത്ര സീറ്റുകൾ നേടും? 2020 ആണോ? ഞങ്ങൾ BJP ഒന്നും നേടത്തില്ല. അല്ല BJPയുടെ കാര്യമല്ല, UDF എത്ര സീറ്റ് നേടും? ഒന്നും നേടത്തില്ല. ഞങ്ങളുടെ കണക്കുകൾ അതാണ് പറയുന്നത്. അല്ല അതല്ല ചോദിക്കുന്നത്. അപ്പോഴും UDF എത്ര നേടും എന്ന് പറയുന്നില്ല, കണക്കുകൾ പറയുന്നത്. അല്ല കേരളത്തിന്റെ കാര്യത്തിൽ പോലും ഒരു വിശ്വാസം ഇല്ലേ? UDF നേടും. എത്ര? UDF നേടും 18 മുതൽ 20 വരെ സീറ്റ് നേടും. അങ്ങനെയാണ്, രണ്ടിൽ കുറവുണ്ട്. 18 മുതൽ 20 വരെ സീറ്റ് നേടും. ശരി, അങ്ങയിലേക്ക് വരാം. ഈ പ്രൊഫസർ പി അനിൽകുമാർ ഉണ്ട്, അദ്ദേഹത്തിലേക്ക് സംഭവിക്കാം. ഓക്കെ. ഏതായാലും വരും നിമിഷങ്ങളിൽ, വരും മണിക്കൂറുകളിൽ കൂടുതൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്ത് വരും. അപ്പോൾ നമുക്ക് ഷുക്കൂർജി അവിടെ തന്നെ ഇരിക്കണം. ആത്മവിശ്വാസം കാത്തു വെക്കേണ്ടതുണ്ട്. പ്രൊഫസർ പി അനിൽകുമാർ, അതായത് ഈ ആദ്യ എക്സിറ്റ് പോൾ ഫലം വരുന്നു. നമുക്കിതൊരു അന്തിമ ഫലമായിട്ട് പറയാൻ കഴിയില്ല. പക്ഷേ 2014 19 പരിഗണിച്ചാൽ ഇത് ഏറെക്കുറെ വിശ്വസിക്കേണ്ടി വരും. ഏറെക്കുറെ എന്ന വാക്ക് പ്രസക്തമാണ്. 359 സീറ്റുകൾ NDA സഖ്യം, 154 മാത്രം ഇന്ത്യ സഖ്യം. എത്ര കണ്ട് ശരി? അല്ല, ഈ എക്സിറ്റ് പോളുകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും മിക്കവാറും ശരിയായി വന്നിട്ടുള്ള ഒരു ചരിത്രമാണ്. ഏകദേശം ഒരു 2000 മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം പല സ്ഥലങ്ങളിലും, ചില സ്ഥലങ്ങളിലെങ്കിലും ചില സമയത്ത് ചില സീറ്റുകളെയൊക്കെ സംബന്ധിച്ച് ചിലപ്പോൾ എക്സിറ്റ് പോൾ പ്രവചനങ്ങളോ അല്ലെങ്കിൽ പ്രീ പോൾ പ്രവചനങ്ങളോ ഒക്കെ തെറ്റിപ്പോയിട്ടുണ്ടാകാം. പക്ഷേ മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പൊതുവായി ഇത്തരം ഫലങ്ങൾ ഒരു സൂചന നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ള റിസൾട്ട് കൂടി പുറത്തേക്ക് വരുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്ക് പറയുന്ന ഈ സീറ്റ് 154 സീറ്റും NDA മുന്നണിക്ക് പറയുന്ന 359 സീറ്റും എന്നുള്ളത് എപ്പോഴും ഒരു 300-ന് മുകളിൽ NDA മുന്നണിക്ക് നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും BJP വീണ്ടും അധികാരത്തിൽ വരുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയത്തക്ക തരത്തിലുള്ള സൂചനകളായിരിക്കും തരുന്നത്. എനിക്ക് തോന്നുന്നു ഇതുവരെ വന്നിട്ടുള്ള പ്രീ പോൾ സർവേകളെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായും BJPയെ നിശിതമായി വിമർശിക്കുകയും ചെയ്തിട്ടുള്ള യോഗേന്ദ്ര യാദവ് പോലും തുടക്കത്തിൽ പറഞ്ഞത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടാണെങ്കിൽ അവസാനം അദ്ദേഹം പറഞ്ഞത് നരേന്ദ്രമോദി ഒരുപക്ഷെ BJP ഒറ്റയ്ക്ക് വന്നില്ലെങ്കിലും മുന്നണി സംവിധാനത്തിലൂടെ 280 സീറ്റുകളിലേക്ക് വരാമെന്ന്. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സർവേ പോലും, അത് പ്രീ പോൾ ആയാലും നിലവിൽ വന്നിട്ടുള്ള ഇതുവരെ റിലീസ് ചെയ്തിട്ടുള്ള പോസ്റ്റ് പോൾ സർവേകളും ഒരു കാരണവശാലും ഒരു BJP ഇതര മുന്നണി അധികാരത്തിൽ വരുന്നതിനെ കുറിച്ച് പറയുന്നതേയില്ല. ഇവിടെ പറഞ്ഞിട്ടുള്ള നേരത്തെ നടത്തിയ വിശകലനങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പം നമ്മൾ നേരത്തെ BJPക്ക് ഉണ്ടായിരുന്ന എല്ലാ സീറ്റുകളും അവിടെ എല്ലാം വിജയിച്ച് കയറും എന്നുള്ള അവകാശം BJP പോലും ഉന്നയിച്ചിട്ടില്ല. എന്നാൽ പുതിയതായി ചില സീറ്റുകൾ കിട്ടുന്നതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ സീറ്റുകളും, ഇപ്പം മുൻപ് ജയിച്ച എല്ലാ സീറ്റുകളും അടപടലം നമുക്ക് കിട്ടണം അല്ലെങ്കിൽ BJPക്ക് ലഭ്യമാകണം എന്നൊക്കെ ഉറച്ചു പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല തെരഞ്ഞെടുപ്പിലുള്ളത്. പല സാഹചര്യങ്ങളും, പല സ്ഥാനാർത്ഥികൾ മാറ്റി മറിയും, ചില സമവാക്യങ്ങൾ മാറി മറിയും, തെരഞ്ഞെടുപ്പിൻ്റെ വിഷയങ്ങൾ മാറി മറിയും, ഒരു സമൂഹം ചിന്തിക്കുന്ന രീതിയിൽ മാറ്റം ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് പല സ്ഥലങ്ങളിലും ചില സ്ഥലങ്ങളിൽ നേട്ടമുണ്ടാകും, ചില സമയത്ത് നഷ്ടങ്ങളുണ്ടാകും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ പൊതുവായിട്ട് വിലയിരുത്തിയാൽ ഉത്തർപ്രദേശിൽ ആര് നേടുന്നു അല്ലെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ പൊതുവേ ആർക്കാണോ മുൻതൂക്കം അവർ അധികാരം പിടിക്കുമെന്ന് പൊതുവേ നമ്മൾ പറയാറുണ്ട്. അതിപ്പം ഉത്തർപ്രദേശ് ആയാലും മഹാരാഷ്ട്ര ആയാലും ഹരിയാന ആയാലും അവിടെ നിന്ന് വരുന്ന ഹിന്ദി ഹൃദയഭൂമിയിലെ ബെൽറ്റുകളെല്ലാം തന്നെ നമ്മൾ പൊതുവേ പറയുന്ന പ്രദേശങ്ങളാണ്. പക്ഷേ നമ്മൾ ഈ ഉത്തർപ്രദേശിൻ്റെയൊക്കെ വിശകലനം എടുത്ത് നോക്കുമ്പോൾ പ്രീ പോൾ സർവേകളെല്ലാം തന്നെ BJP നല്ല മെച്ചപ്പെടുത്തും. ഉത്തർപ്രദേശിൽ നേരത്തെ നമുക്കറിയാം മൊത്തം കേരളത്തിലേത് മാത്രമായി ഒരു ഫലം, ഒരു സാധ്യത പുറത്തു വരുന്നു. ABPയുടേതാണ്. അത് ഞെട്ടിപ്പിക്കുന്നതാണ്. 17 സീറ്റുകൾ UDF നേടും, 17 സീറ്റുകൾ. LDFന് വട്ടപൂജ്യം, 0. BJP 3 സീറ്റുകൾ വരെ നേടാം എന്നാണ് ABP സർവേ പറയുന്നത്. ABP ഏറെക്കുറെ കൃത്യത പാലിക്കുന്ന, ആധികാരികത പാലിക്കുന്ന ഒരു സർവേയാണ്. അവർ ഏറെ കാലമെടുത്ത് ഏറെ വോട്ടർമാർക്കിടയിലേക്ക് പോയി രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു സർവേയാണ്. അത് തെളിഞ്ഞിട്ടുള്ളതാണ് പലവട്ടം. അവരുടേതാണ് 17 UDF, 3 NDA, 3 സീറ്റ് വരെ NDA, 0 LDF. തുടരാം.
ഈ ഒരു വിശകലനം, ഈ ഒരു റിസൾട്ടിനെ കുറിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ്. UDF തീർച്ചയായിട്ടും കേരളത്തിൽ മുൻതൂക്കം നേടുന്ന, കേരളം നമ്മൾ പൊതുവെ പരിശോധിക്കുമ്പോൾ UDFന് വളരെ മെച്ചപ്പെട്ട ഒരു നില കേരളത്തിൽ നിന്നുണ്ടാകും. എല്ലാ സർവേകളും പ്രവചിക്കുന്നത് ഏതാണ്ട് 15-നപ്പുറം സീറ്റുകൾ കോൺഗ്രസിന് കിട്ടാൻ സാധ്യതയുണ്ട് കേരളത്തിൽ എന്ന് തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ 3 സീറ്റുകൾ എന്നുള്ളതിൽ എനിക്ക് അത്ര ഒരു ഉറപ്പില്ല. എന്തായാലും 2 സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം BJP വളരെ വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോൾ സർവേ ഫലം 2 സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിരിക്കും ഞാൻ കരുതുന്നു. 3 സീറ്റുകളുടെ കാര്യത്തിൽ നമ്മൾ ഇനിയും പരിശോധിക്കേണ്ടി വരും. കാരണം കാരണം ഈ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, എക്സിറ്റ് പോൾ സർവേകൾ ഈ സാമ്പിളുകളും ഒക്കെ എങ്ങനെ തെറ്റിപ്പോകുന്നതെന്നൊരു കാര്യം പറയുന്നുണ്ട്. അതിൽ ഈ സാമ്പിൾ എടുക്കുന്നതിനെ സംബന്ധിച്ച് ഇപ്പം ധാരാളം സാമ്പിൾ എടുത്താണ് ഒരു പഠനം നടത്തുന്നതെങ്കിൽ അത് അങ്ങനെ തെറ്റണമെന്നില്ല. അതുകൊണ്ടാണ് ചില സർവേകൾ നേരിയ ചില വ്യത്യാസത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം. അതുകൊണ്ടാണ് എക്സിറ്റ് പോൾ സർവേകൾ പറയുമ്പോൾ ഇത്ര ശതമാനം മുതൽ ഇത്ര സീറ്റുകൾ വരെ കിട്ടും എന്നൊരു ഒരു ഫ്രീക്വൻസി ഇട്ട് പറയുന്നത്. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പാണ്, UDF വ്യക്തമായ നില മെച്ചപ്പെടുത്തും, പഴയതുള്ള വ്യക്തമായ സീറ്റുകൾ നേടും, ഭൂരിപക്ഷം നേടും. അതേസമയം തന്നെ ഇത്തവണ ഏറ്റവും BJPക്കും NDA മുന്നണിക്കും കേരളത്തിൽ താമര വിരിയിക്കാൻ പറ്റുന്ന ഏറ്റവും അനുകൂലമായ പ്രൊഫസർ പി അനിൽകുമാർ ഒന്നിടപെട്ട് ചോദിച്ചോട്ടെ. അതായത് 19 സീറ്റുകളാണ് നിലവിൽ UDFന് ഇവിടെ ഉള്ളത്, ഒരു സീറ്റ് LDFനും. BJP നയിക്കുന്ന NDAക്ക് ഒന്നുമില്ല. ഇവിടെ 3 സീറ്റ് BJP നേടാം എന്ന് ABP സർവേ പറയുന്നു. അപ്പോഴും നഷ്ടം 1 ഉണ്ടാകുന്നുള്ളൂ LDFന്. 2 സീറ്റുകളുടെ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് UDFനാണെന്ന് കൂടി നമ്മൾ പറഞ്ഞു വെക്കണ്ടേ? അല്ല, തീർച്ചയായിട്ടും അല്ല. ഇപ്പോൾ കേരളത്തിൽ പൊതുവെ കാണാൻ സാധ്യതയുള്ള ഒരു കാര്യം, ഈ റിസൾട്ട് വരുമ്പോൾ നമ്മളൊക്കെ കരുതുന്നത് സീറ്റുകൾ മാത്രമല്ല ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും ശക്തി എന്ന് പറയുന്നത്. അവിടെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്ന വോട്ടിംഗ് ശതമാനവും വോട്ടിംഗ് ഷെയറും ഒക്കെയാണ്. അപ്പം നമ്മൾ കേവലമായ ഒരു സീറ്റിൻ്റെ കാര്യം മാത്രമല്ല സംസാരിക്കേണ്ടത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJP അധികാരത്തിന് വേണ്ടി പ്രത്യേകിച്ച് ലോക്സഭയിൽ വളരെ ഭംഗിയായി മത്സരിക്കുകയും വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുവാൻ ചെയ്യുന്നൊരു പാർട്ടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഈ ട്രെൻഡ് കാണിക്കുന്നത് BJPക്ക് പൊതുവായി സംസ്ഥാനത്തെ മുഴുവൻ സീറ്റുകളിലും 20 സീറ്റുകളിലും നില മെച്ചപ്പെടുത്തുവാൻ, അവരുടെ വോട്ടിംഗ് ഷെയർ പഴയതിനേക്കാൾ ശരിയാണ്. അതായത് ഈ CPM നയിക്കുന്ന LDFന് 0 എന്ന സൂചന വരുന്നത് എൻ്റെ ഒരു സംശയമാണ്. പല മണ്ഡലങ്ങളിലും, പല ലോക്സഭാ മണ്ഡലങ്ങളിലും, അതിനുള്ളിലെ നിയമസഭാ മണ്ഡലങ്ങളിലും കണക്ക് പരിശോധിക്കുമ്പോൾ LDF മൂന്നാമതേക്ക് പൊക്കൂടെ, അങ്ങനെ ഒരു സാധ്യത കൂടി ഇതിൽ തെളിയുന്നില്ലേ? അതെ, തീർച്ചയായിട്ടും ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നമുക്ക് ചില നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ മണ്ഡലം കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പല സ്ഥലങ്ങളിലും BJP 2ാം സ്ഥാനത്ത് വരുവാൻ, ചില നിയമസഭകളിലെങ്കിലും വരുവാനുള്ള സാധ്യത ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഓരോ നിയമസഭകളുടെയും കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ അപ്പോൾ അതൊരു വളരെ സൂചനയാണ്. മാത്രമല്ല, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശക്തമായി LDFന് ജയിക്കാൻ വളരെ സാധ്യത ഉണ്ടെന്ന് പ്രവചിച്ചിരുന്ന പല മണ്ഡലങ്ങളും ഇത്തവണ മറിഞ്ഞു പോകുന്നൊരു ചിത്രം. ഉദാഹരണം വടകരയിൽ ഇടതുപക്ഷം അവിടെ പരാജയപ്പെടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഇടതുപക്ഷം ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന പല പ്രദേശങ്ങളും ഇടതുമുന്നണി പ്രതീക്ഷ അർപ്പിച്ച ഏക മണ്ഡലം ആലത്തൂർ ആണ്. അവിടെ മന്ത്രി K. രാധാകൃഷ്ണൻ ജയിക്കുമെന്ന വലിയ പ്രതീക്ഷയിലാണ് അവർ. അവിടെയെങ്കിലും ഈ വടകരയൊക്കെ ഒരു 5 വർഷം അല്ല 3 വർഷം മുൻപ് വരെ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ 1ാം മുഖമെന്ന് എല്ലാവരും, എതിരാളികൾ പോലും പറഞ്ഞത് ശൈലജ ടീച്ചറെയാണ്. TP ചന്ദ്രശേഖരന്റെ മരണത്തിന് ശേഷമാണ് വലിയൊരു ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നത്. KK ശൈലജ എന്ന ഇടതുപക്ഷത്തിന്റെ വലിയൊരു പബ്ലിസിറ്റി നഷ്ടപ്പെടുന്നു ടീച്ചറമ്മ. പക്ഷേ അവിടെ ഷാഫിയെ കൃത്യമായിട്ട് കളത്തിലിറക്കാൻ പറ്റിയവർക്ക്. യെസ്.